തൗഹീദിന്റെ പടനായകനായി ഒരു നബി ഇവിടെ വരാനുണ്ട്. അതാരാ? സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ. ഈസാ നബി വരും. ഈസാ നബി വന്നിട്ട് എന്താ ചെയ്യാ? വലിയ ദജ്ജാലിനെ കൊല്ലും. വലിയ ദജ്ജാലിനെ കൊല്ലും. വലിയ ദജ്ജാലിനെ കൊന്നപ്പോൾ വേറെയും ചില ദജ്ജാലികളുടെ ബാക്കി ഉണ്ടാകും. എന്താണ് അവരുടെ വിശ്വാസം? ജാറത്തിന്റെ അടുത്ത് പോകരുത്, ജാറത്തിലുള്ളവരെ വിളിക്കരുത്, അവരോട് സഹായം തേടരുത്, അത് ശിർക്കാണ്. നേരത്തെ പറഞ്ഞു, ഡമസ്കസിൽ വന്ന ഈസാ നബി അലൈഹിസ്സലാം നേരെ പോകുന്നത് റൗദയുടെ സമീപത്തേക്കാണ്. സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിൽ നിന്ന് തന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നേരെ പോകുന്നു റൗദ ഷരീഫിലേക്ക്. എന്നിട്ട് എന്താ റൗദ ഷരീഫിൽ പോയി ചെയ്യുന്നത്? വഫാത്തായ, മൺമറഞ്ഞുപോയ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ നബിയെ അവിടുന്ന് വിളിക്കുന്നു, സഹായത്തിന് വേണ്ടി വിളിക്കുന്നു. ഇതോടുകൂടി നിങ്ങൾ ഇതുവരെ പടച്ചുണ്ടാക്കിയ മുഴുവൻ കാര്യങ്ങളും ഇവിടെ തകരുകയാണ്. ഹദീസ് കേൾക്കണോ? നമ്മൾ അനസ് മൗലവി പറഞ്ഞു തരും, പറഞ്ഞു കൊടുക്കേ. ഹദീസ് ശരിക്ക് കേട്ടോ, നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവണം. ഇത് മാത്രം മതി വിശ്വസിക്കാൻ. നിങ്ങൾ ഇപ്പൊ എല്ലാവരും കേട്ടതാണ്, മരിച്ച ആളോട് പറയാൻ പാടില്ല, മരിച്ച ആൾ ഉത്തരം ചെയ്യൂല, മരിച്ച ആളെ വിളിക്കാൻ പാടില്ല, അത് പ്രാർത്ഥനയാണ്, സഹായാർത്ഥനയാണ്. ഒക്കെ അനസ് മൗലവി എന്ന് പറയും. എന്താണ് ഈസാ നബി ചെയ്യുക എന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. ഈസാ നബി അലൈഹി സ്വലാം ഖിയാമത്ത് നാൾ ഇറങ്ങി വരുന്ന രംഗത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഈസാ നബി മരണപ്പെട്ടിട്ടില്ല. ഈസാ നബി എന്ന് പറയുന്ന ദജ്ജാൽ അന്ന് ഭൂമിയിലുണ്ട്. അവൻ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി അത് കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന ദജ്ജാലിന്റെ സിഫത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അവൻ ഉമറാണ്, ഒറ്റക്കണ്ണനാണ്, ഒരിക്കലും റബ്ബ ഉമറല്ല, ഒറ്റക്കണ്ണനല്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലോകം മുഴുവൻ ഫിത്നകൾ ഉണ്ടാക്കുന്ന ദജ്ജാൽ, ആ ദജ്ജാൽ ഇറങ്ങുമ്പോ ദജ്ജാൽ വധിക്കാൻ ഈസാ നബി ഇറങ്ങി വരും ദമസ്കസിൽ. സത്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്നും ദമസ്കസിൽ ആ ഈസാ നബി ഇറങ്ങുമെന്ന് പറഞ്ഞ ഭാഗത്ത് ഈസാ നബിയുടെ ഭാഷ സംസാരിക്കുന്ന 15,000-ഓളം ആൾക്കാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഭാഷ, അറാമിക് ഭാഷ, ഈസാ നബിയുടെ ഭാഷ സംസാരിക്കുന്ന ആളുകൾ ആ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. 15,000-ഓളം ആളുകൾ. അവിടുത്തെ നഴ്സറി കുട്ടികൾ വരെ അറാമിക് ഭാഷ സംസാരിക്കും. നബി ഇറങ്ങുമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈസാ നബിയുടെ ഭാഷ സംസാരിക്കുന്നവരെന്നുള്ളത് ലോകത്ത്. ആ ഈസാ നബി ഇറങ്ങി വന്നിട്ട് ഈസാ നബി നീതിമാനായ ഭരണാധികാരിയായി വാഴും. ഈസാ നബി നീതിമാനായ ഭരണാധികാരിയാകുമെന്ന് അർത്ഥമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാണ്. ഈസാ നബിയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട കുരിശുകൾ അദ്ദേഹം തകർക്കും. പിന്നെയോ പന്നികളെ അദ്ദേഹം കൊല്ലും. അതുപോലെ തന്നെ പക, ജനങ്ങൾക്കിടയിലുള്ള പക നീക്കിക്കളയും. അതുപോലെ അദ്ദേഹത്തിന്റെ മുന്നിൽ സമ്പത്ത് കൊണ്ടുവന്ന് വെക്കും. പക്ഷേ ഈസാ നബി ആ സമ്പത്ത് സ്വീകരിക്കുകയില്ല. ഇനി കേട്ടോളൂ. പിന്നെ ഈസാ നബി എന്റെ കബറിന്റെ അടുക്കൽ വന്ന് യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ഞാൻ ഈസാ നബിക്ക് ഉത്തരം നൽകും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ത്വാഹ റസൂലുള്ളാഹി, ശഫീഉനാ റസൂലുള്ളാഹി. കേട്ടോ, ജാറത്തിന്റെ സമീപത്ത് വന്ന് ഈസാ നബി വിളിക്കുകയാണ്.